ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ടോപ്പിക്കായ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി പറഞ്ഞാൽ എന്താണ്? സാധ്യത. അതായത് ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ദാറ്റ് ഡീൽ വിത്ത് ദ സ്റ്റഡി ഓഫ് റാൻഡംനെസ് ആൻഡ് അൺസർട്ടനിറ്റി. ഇറ്റ് പ്ലേ എ ക്രിട്ടിക്കൽ റോൾ ഇൻ അവർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അതായത് പ്രോബബിലിറ്റി പറഞ്ഞാൽ നമുക്ക് സാധ്യതകൾ, അതായത് ഇപ്പോൾ ഒരു ടോസ് ഇടുമ്പോൾ നമുക്ക് ഹെഡോ ടെയിലോ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അതിന് ഹെഡ്സ് വരാനും ചാൻസ് ഉണ്ട്, അതുപോലെ ടെയിൽ വരാനും ചാൻസ് ഉണ്ട്. അതുപോലെ ഒരു മാച്ച് ജയിക്കാനും ചാൻസ് ഉണ്ട്, തോൽക്കാനും ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അത് ടൈ ആവാൻ അല്ലെങ്കിൽ സമനിലയാവാനും ചാൻസ് ഉണ്ട്. ഇതിനെയൊക്കെയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻസ് ഓഫ് പ്രോബബിലിറ്റി: സ്റ്റാറ്റിസ്റ്റിക്സ്, റിസ്ക് അസസ്മെൻറ്റ്, സയൻറ്റിഫിക് റിസർച്ച്, എവരിഡേ ലൈഫ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്താണ് വരുന്നത്? പ്രോബബിലിറ്റി തിയറി ഈസ് ഫൗണ്ടേഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് enabling us to make interference from data, assess the reliability of conclusions. അതായത് പലതരത്തിലുള്ള ഡാറ്റാസിൽ നിന്നും നമുക്ക് ഒരു ഇതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഇത് ഇങ്ങനെ ഇന്നത് സംഭവിക്കും എന്നൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നു. അതിന് ചാൻസ് ഉണ്ടെന്ന് അവർ അതിൽ വിലയിരുത്തുന്നു. Scientific research. Probability help researchers design experiments and interpret result, especially when dealing with randomness and variability of observation. ഓരോ എക്സ്പെരിമെൻറ്റ്സ് വഴി വരുന്ന റിസൾട്ടുകൾ അത് വിലയിരുത്താനും അതിൻ്റെ ചാൻസസ് എത്രത്തോളം ചാൻസ് ഉണ്ടെന്ന് കണ്ടെത്താനും ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ റിസ്ക് അസസ്മെൻറ്റ് in fields like insurance, finance and engineering. Probability help estimate risk and make decision to minimize potential losses. അത് ഈ മേഖലകളിലൊക്കെ അപകട സാധ്യതകൾ നേരത്തെ മുൻകൂട്ടി കണ്ടെത്താനും അത് കുറയ്ക്കാനുമായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നു. എവരിഡേ ലൈഫ്. whether it's predicting outcome in sports, planning travel based on weather forecast, understanding gambling odds, probability help to navigate uncertainties. Next topic ആണ് റാൻഡം എക്സ്പെരിമെൻറ്റ്. A random experiment is an experiment in which the exact outcome cannot be predicted in advance, even though all possible outcomes are known. എല്ലാ പോസിബിൾ ഔട്ട്കംസും അറിയാമെങ്കിലും പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ഇന്നത് സംഭവിക്കും നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ സാധിക്കില്ല. അതിൻ്റെ എക്സാമ്പിളാണ് tossing a coin is a random experiment because the outcome cannot be predicted. അതായത് നമുക്കിപ്പോൾ കോയിൻ ടോസ് ചെയ്യുന്നതിന് മുമ്പ് എന്താ സംഭവിക്കുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ റോളിങ് എ ഡൈസ് ഇൻ ദ റാൻഡം എക്സ്പീരിയൻസ് വിത്ത് ദ 6 പോസിബിൾ ഔട്ട്കം. അതായത് ഒരു ഡൈസ് നമ്മൾ ഇടുമ്പോൾ അല്ലെങ്കിൽ അത് റോൾ ചെയ്യുമ്പോൾ ഇതിലിപ്പോൾ ഏതാണ് വരിക, അതിൽ നമുക്ക് 6 വശങ്ങളുണ്ട്, 1 2 3 അങ്ങനെ ഡൈസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഏതാണ് നമുക്ക് മുൻകൂട്ടി വരുന്നതെന്ന് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കില്ല. അതുപോലെ ഡ്രോയിങ് എ കാർഡ് ഫ്രം എ ഡെക്ക് ഓഫ് റാൻഡം എക്സ്പീരിയൻസ് സിൻസ് എനി വൺ കാർഡ് മേ അപ്പിയർ. ഇത് നമുക്ക് റിസൾട്ട് എന്തെങ്കിലും വരും എന്നറിയാം, ബട്ട് എന്താണ് വരുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. ഇനി സാമ്പിൾ സ്പേസ്. സാമ്പിൾ സ്പേസ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. ഇറ്റ് ഈസ് യൂഷ്വലി ഡിനോട്ടഡ് ബൈ എസ്. സാമ്പിൾ സ്പേസ് ഈസ് ടോസിങ് എ കോയിൻ ഈസ് എന്താണ്? ഹെഡ്സ് അല്ലെങ്കിൽ ടെയിൽസ് ആയിരിക്കും. When the dice is rolled, the sample space consists of 6 outcomes. അതായത് ഡൈസ് ചെയ്യുമ്പോൾ 6 എണ്ണം ഉണ്ടാവും, സാമ്പിൾ സ്പേസ് 6. സാമ്പിൾ സ്പേസ് include all possible result of a random experiment. For drawing a card, sample space contain all 52 cards. Next one, event. Event is a subset of sample space. It represents one or more outcome of a random experiment. എക്സാമ്പിൾ, ഗെറ്റിംഗ് എ ഹെഡ് ഇൻ എ കോയിൻ ടോസ് ഈസ് ആൻ ഇവൻറ്റ്. അത് ഹെഡ്സ് കിട്ടുക എന്നുള്ളത് ഒരു ഇവൻ്റാണ്. റോളിങ് ആൻ ഈവൻ നമ്പർ ഓൺ എ ഡൈസ് ഈസ് ആൻ ഇവൻറ്റ്. ഡ്രോയിങ് എ കിങ് ഫ്രം എ ഡെക്ക് ഓഫ് കാർഡ്, അല്ലെങ്കിൽ ഒരു കാർഡിൽ നിന്നും കിങ്ങിനെ എടുക്കുക എന്നുള്ളത് ഒരു ഇവൻ്റാണ്. ഇവൻറ്റ് മേ കൺസിസ്റ്റ് വൺ ഓർ മോർ ഔട്ട്കംസ്. Probability is a measure of the chance of occurrence of an event. It lies between 0 and 1. The probability of getting a head in a coin toss is 1/2. അതായത് ടോട്ടൽ എത്രയാണോ? 2 എണ്ണമാണ് ഉള്ളത്, 2 ചാൻസാണ് ഉള്ളത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം കിട്ടാനുള്ള തന്നെ നമ്മൾ ടോട്ടൽ താഴെ എഴുതുക, അതിലേതെങ്കിലും ഒന്നാണ് നമുക്ക് കിട്ടുള്ളൂ, ആണ് 1/2 വരുന്നത്. Probability helps us measure uncertainty in random experiments. The probability of an impossible event is 0. Probability of a sure event is 1. ഇതിനൊരു ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് P of x equal to number of observation in favor of event
എക്സ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഇതിൽ വരുന്നൊരു പ്രോബ്ലം നോക്കാം. A quality control inspector check a batch of 1000 light bulbs. She find that 20 of them are defective. What is the probability that randomly selected light bulb from this batch is defective? അതായത് ടോട്ടൽ 1000 ബൾബ് ഉണ്ട്, അത് 20 എണ്ണം ഡിഫക്റ്റീവ് ആണ്. ഡിഫക്റ്റ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇതിന് സൊല്യൂഷനിൽ ഐഡൻറ്റിഫൈ ദ ഇവൻറ്റ്, എന്താണ് ഇവൻ്റ് ഡിഫക്റ്റീവ് ബൾബ് സെലക്ട് ചെയ്യുക. കൗണ്ട് ദ ഒക്കറൻസ് ഓഫ് ദ ഇവൻറ്റ്. ഒക്കറൻസ് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ് അതിൽ വരുന്നത്. കൗണ്ട് ദ ടോട്ടൽ നമ്പർ 1000. കാൽക്കുലേറ്റ് ദ റിലേറ്റീവ് ഫ്രീക്വൻസി. റിലേറ്റീവ് ഫ്രീക്വൻസി പറഞ്ഞാൽ നമ്പർ ഓഫ് ടൈംസ് ഒക്കെ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്. ഇപ്പം നമ്പർ ഓഫ് ടൈംസ് പറഞ്ഞാൽ 20 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ by total number 1000. നമുക്ക് 20 ഡിവൈഡഡ് ബൈ 1000 വരുമ്പോൾ 0.02 എന്നുള്ളത് പെർസെൻറ്റേജ് മാറ്റുമ്പോൾ എന്താണ്? 2%.